നമസ്കാരം. യുക്രൈൻ വെടിനിർത്തലിന് വഴിതെളിയുന്നു. വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. അതിന് സൗദി മുൻകൈയെടുക്കുന്നു. യുഎസിനെയും റഷ്യയെയും യുക്രൈനെയും ചർച്ചയ്ക്കായി ഒരു ടേബിളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സൗദി നടത്തുന്നത്. ഞായറാഴ്ച റഷ്യ യുക്രൈൻ ഉദ്യോഗസ്ഥതല ചർച്ച സൗദിയിൽ നടത്തി. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം താൽക്കാലികമായി നിർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ സൗദിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 3 വർഷത്തിലേറെയായി തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനായി ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് നേരിട്ട് ക്ഷണിച്ചു. ചർച്ചയ്ക്കിടെ ട്രംപ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതോടെ സെലൻസ്കി കുതറി. തുടർന്ന് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയ വാക്പോര് ലോകത്തെ അമ്പരപ്പിക്കുകയും ചെയ്തു. നയതന്ത്ര ചർച്ചകളിൽ ഇങ്ങനെയൊരു സംഭവം അസാധാരണമാണ്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത ശമിച്ചു. യുദ്ധം താൽക്കാലികമായി നിർത്താനുള്ള US നിർദ്ദേശം അംഗീകരിക്കുന്നതായി സെലൻസ്കി പ്രഖ്യാപിച്ചു. ചില നിബന്ധനകളോടെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമെന്ന് റഷ്യയും അറിയിച്ചു. എന്നാൽ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിനാൽ കരാർ നടപ്പാക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് റഷ്യ യുക്രൈനെ ആക്രമിക്കുകയാണ്. മറുപടിയായി യുക്രൈനും ഡ്രോണാക്രമണം നടത്തി. ആശങ്കയുയർത്തി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെയാണ് യുഎസും യുക്രൈനും സൗദിയിൽ ചർച്ചകൾ നടത്തിയത്. യോഗത്തിൽ ഊർജ്ജ സംവിധാനങ്ങളുടെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 3ാം വട്ട ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത്. സൗദിയിൽ അമേരിക്കയും റഷ്യയും യുക്രൈനും തമ്മിലുള്ള വെവ്വേറെ ചർച്ചകളാണ് നടത്തുക. 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ ചർച്ചകളിൽ പ്രതീക്ഷയുമുണ്ട്. ശുഭപ്രതീക്ഷയെന്ന് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. മുന്നോട്ടുള്ള ചർച്ച ബുദ്ധിമുട്ടേറിയതെന്നാണ് റഷ്യ വ്യക്തമാക്കിയത്. ചർച്ചകളുടെ തുടക്കം മാത്രമാണിതെന്നാണ് റഷ്യയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലിനും ലോകരാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് റഷ്യ പാലിക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ റഷ്യ അനാവശ്യ ഉപാധികൾ വെക്കുന്നുവെന്നും സെലൻസ്കി ആരോപിച്ചു. ലോകത്തിന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ റഷ്യ തയ്യാറാകണം. യുദ്ധം അവസാനിപ്പിക്കാനും വാഗ്ദാനം പാലിക്കാനുമായി ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കിടെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. വിഷയം ചർച്ച ചെയ്യാൻ ഫ്രാൻസും UKയും അടക്കമുള്ള 20 രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം ലണ്ടനിൽ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്.